C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷമാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. എന്നിട്ടും താൻ മറുവാക്ക് പറയുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല. ശരിക്കും താൻ അത്ഭുതപ്പെടുത്തുകയാണ് ശ്രീലക്ഷ്മി. തനിക്ക് എങ്ങനെയാണ് എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്? എനിക്കെന്നും സാറിനോട് ഇഷ്ടം തന്നെയായിരുന്നു. അത് സാറ് കൂടുതൽ ശ്രദ്ധിച്ചത് ഇപ്പം എനിക്ക് വയ്യ എന്നൊരു തോന്നൽ സാറിനുണ്ടായപ്പോഴാണെന്ന് മാത്രം. അതിന് തനിക്ക് വയ്യായികയൊന്നുമില്ലടോ. ഒരു സമാധാനത്തിന് ഞാൻ ഒന്ന് ഡോക്ടറെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി സാറ് ചോദിച്ച ഒരു ചോദ്യം ഞാൻ തിരികെ ചോദിച്ചോട്ടെ. സാറിന് ഇപ്പോഴും എന്നെ ഇഷ്ടമാണോ? തൻ്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോൾ പറയുന്നില്ല ശ്രീലക്ഷ്മി. തന്നെ ഇഷ്ടമാണെന്ന് പറയാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. കാരണം അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. വാക്കുകൾക്ക് അതീതമായി സാറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി വേറൊന്നും എനിക്കറിയണ്ട സാർ. എന്തിനാ ഞാൻ സാറിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് സാറ് ചോദിച്ചില്ലേ? അതിന് ഒരു ഉത്തരേ ഉള്ളൂ. ഞാൻ മരിച്ചാലും സാറിന്റെ ഓർമ്മയിൽ ജീവിക്കണം, രാജനന്ദിനിയെ പോലെ. സ്നേഹം അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുമ്പോൾ രണ്ടിലൊരാൾ ഇല്ലാതായാൽ ആ ഒരാൾ പുനർജനിക്കും. സ്നേഹത്തിനും സ്നേഹിച്ച ആൾക്കും വേണ്ടി. നീ എന്തായി പറയുന്ന രേഖ? അതേ മാത്രല്ലോ, ശ്രീലക്ഷ്മിക്ക് ഭ്രാന്തുള്ളത് കൊണ്ടാണല്ലോ ശ്രീലക്ഷ്മി ഇങ്ങനെ ഓരോന്നും. രേഖ, അയ്യോ സത്യമാണ് മദറല്ലോ. ശ്രീലക്ഷ്മിക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണമാണെന്നാണ് എല്ലാവരുടെയും സംശയം. അതുകൊണ്ടാ ബ്രദറിൻലോ ശ്രീലക്ഷ്മിയും കുട്ടി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്റെ ഈശ്വരാ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് മദറല്ലോ. സംശയം ഉണ്ടെങ്കിൽ രഘുവിനോട് ചോദിച്ചു നോക്ക്. രഘു പറയ്, കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് സമയത്ത് ശ്രീലക്ഷ്മിയുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു മദറൻലോയും കൂടി അറിയട്ടെ. അതെ അമ്മേ, ചേട്ടത്തിയമ്മ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ഇനി കുറച്ചു ദിവസം മോൾ ഓഫീസിലൊന്നും പോകണ്ട, ഇവിടെ ഇരിക്കാൻ. അപ്പോ എല്ലാം താനേ ശരിയായിക്കൊള്ളും. എവിടെ ഇരിക്കാൻ? മദറിൻലോ എന്തായി പറഞ്ഞു വരുന്നേ? ബ്രദറിൻലോയ്ക്കും മദറിൻലോയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ആവശ്യം കൃത്യമായൊരു ട്രീറ്റ്മെന്റാ. അത് കഴിയുന്നത് വരെ ഇനിയും ശ്രീലക്ഷ്മി പഴയ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരും. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിനേക്കാൾ പേടിയാ ഉള്ളത്. ഞാനും എന്റെ ഭർത്താവും എന്തുറപ്പില്ല ഇവിടെ താമസിക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവം ഇനിയും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. രേഖ, ഇപ്പൊ ശരിക്കും നിനക്കാ ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇവിടെ ഏട്ടത്തിയമ്മയല്ല, നീയാ ഓരോന്ന് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നു. ഇനിയും അത്തരം സാഹചര്യം ഉണ്ടാവില്ലെന്ന് രഘുവിന് ഉറപ്പ് പറയാൻ പറ്റുമോ? ബ്രദറിൻലോയ്ക്ക് പറ്റുമോ? ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മദറിൻലോയ്ക്ക് പറ്റുമോ? എന്തിന് ശ്രീലക്ഷ്മിക്ക് പറ്റുമോ? ആർക്കും ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഉറപ്പ് തന്നാൽ തന്നെ എനിക്കൊട്ട് വിശ്വാസവും ഇല്ല. ബ്രദറിൻലോ പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ രാജനന്ദിനിയായി അഭിനയിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കാർക്കുവേ ദേഹോപദ്രവമൊന്നും ഏൽക്കില്ല. കാരണം അമ്മയും അനിയനും ഭർത്താവും ഒക്കെ ആണല്ലോ. ഞാൻ പുറത്തുള്ളവളല്ലേ.
അപ്പൊ ഏറ്റവും പേടിക്കേണ്ടത് ഞാൻ തന്നെയാ. രേഖ, നിനക്കിവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. ശ്രീലക്ഷ്മി എങ്ങോട്ടും ആരും പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മേ, ഇതിനെ ചൊല്ലി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഇന്നൊരു രാത്രി കൂടി ഇവിടെ നിൽക്കാനുള്ള അനുവാദം രേഖമാട് എനിക്ക് തരണം. നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. അതുവരെ ആർക്കും ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എന്റെ ഉറപ്പാ. രഘു പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് നിനക്കാ. ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ചികിത്സിച്ചോ ഏത് വിധേനയും മാറ്റാം. നിന്റെ അസുഖത്തിന് ചികിത്സയോ മരുന്നോ ഇല്ല. പണ്ടേ നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല എന്റെ ഇളയ മോൻ. അതിനവന് കഴിഞ്ഞില്ല. ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ, അവന് പറ്റാത്തത് എനിക്ക് പറ്റും. അടിച്ച് കാരണം ഞാൻ പുകയ്ക്കും. മോനെ, നീ മുകളിലേക്ക് ചെല്ല്. ശ്രീലക്ഷ്മി എന്തെങ്കിലും അബദ്ധമായി തീരുമാനിക്കുന്നതിന് മുൻപ് നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്ക. അവള് നല്ല മനസ്സ് വിഷമിച്ചാ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവൾ എവിടെ പോകാനാ? സുദർശനും സരോജവും എവിടെയാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ലല്ലോ. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും എവിടെയാ താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞമ്മേ. ഇൻഫാക്ട് ശ്രീലക്ഷ്മി അങ്ങോട്ട് പോയ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ അവരെ കാണുകയും ചെയ്തു. അപ്പോ ശ്രീലക്ഷ്മിയുടെ ഈ അവസ്ഥ അവരറിഞ്ഞോ? ഇല്ലമ്മേ, അവരോട് പറഞ്ഞില്ല. നന്നായി. ഒരിക്കലും അവരറിയാൻ പാടില്ല ഇതൊന്നും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.